നാട്ടിക എസ്.എൻ. ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ 21 ദിവസം നീണ്ടുനിൽക്കുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ജീവിതോത്സവം 2025 ഉദ്ഘാടനം നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M.R. ദിനേശൻ നിർവഹിച്ചു. ഒരു അമ്മ പ്രസവിക്കുമ്പോൾ 23 എല്ലുകൾ ഒരേ സമയം പൊട്ടുന്ന വേദനയാണ്. 13 m³ 13.5 ആയാൽ ആധുനിക മെഡിക്കൽ ശാസ്ത്രം പറയുന്നൊരു അറ്റാക്ക്, അയാൾ മരിച്ചിരിക്കും. ആ വേദന അനുഭവിച്ചിട്ടാണ് അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത്. അമ്മക്ക് കിടന്നുറങ്ങാൻ കഴിയില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും. അങ്ങനത്തെ മക്കൾ ഈ സമൂഹത്തിലുണ്ടായാൽ എന്തായിരിക്കും അതിന് ദുരന്തം? പാലായും പാടയായും പിന്നൊരു ബോൾ പോലെയായിട്ട് 4 മാസം കഴിയുമ്പോൾ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ അമ്മയുടെ രുചിഭേദങ്ങളൊക്കെ മാറും. പിന്നെ കണങ്കാലിൽ നിന്ന് മേലോട്ട് ഒരു വലിച്ചിലും നോവും വേദനയൊക്കെയാണ്. വീട്ടിൽ ചെന്ന് ചോദിക്കണം. 6 മാസം കഴിയുമ്പോൾ കാൽവണ്ണയിലൊക്കെ നീര് വന്ന് വീർക്കും. പിന്നെ മലർന്ന് കിടക്കാൻ കഴിയില്ല, ഒന്ന് ബാത്റൂമിൽ പോകാൻ കഴിയില്ല, ഒന്നിനും കഴിയില്ല. ഇങ്ങനെ വളർന്നത് വലുതായി 9 മാസം 9 ദിവസം ആകുമ്പോഴേക്കും ഒരമ്മ ചുണ്ടൊക്കെ മലർന്ന് കരുവാളിച്ച് അല്ലേ, കണ്ടടങ്ങൾ കറുത്ത് എല്ലാ വേവും നോവൊക്കെ അനുഭവിച്ചൊരു കുഞ്ഞിന് ജന്മം കൊടുത്ത് അവസാനം ആ കുഞ്ഞ് പുറത്ത് വന്ന് വളരെ വലിയതായത് 16-15 വയസ്സാകുമ്പോൾ അമ്മനെ തന്നെ റേപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കൊല്ലുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അത് ലഹരി മാത്രമൊന്നും തോന്നുന്നില്ല. കാരണം ഈ ലഹരി കഴിക്കുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരന്മാരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലണ്ടേ? ആ കൊല്ലുന്നില്ലല്ലോ. ഓരോ ആൺപിള്ളേരും പരസ്പരം കൊല്ലുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ കാമുകിയെ കഴുത്തെടുത്ത് കൊല്ലും, അമ്മയെ കൊല്ലും. PTA പ്രസിഡന്റ് PSP നസീർ അധ്യക്ഷനായി. സിവിൽ എക്സൈസ് ഓഫീസർ മുഹമ്മദ് ബാസിൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ലോക്കൽ മാനേജർ PK പ്രസന്നൻ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ പ്രിൻസിപ്പൽ ജയാബിനി GSB, ഹെഡ് മിസ്ട്രസ് മിനിജ R. വിജയൻ, NSS പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ്, സ്റ്റാഫ് സെക്രട്ടറി രഘുരാമൻ KR, അധ്യാപകരായ ഷൈജ EB, രശ്മി VG എന്നിവർ സംസാരിച്ചു. തുടർന്ന് ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ അടങ്ങിയ നൃത്തരൂപങ്ങളും ലഹരിവിരുദ്ധ മുദ്രാവാക്യങ്ങളും ലഹരിവിരുദ്ധ പ്രതിജ്ഞകളും കൊണ്ട് സ്കൂൾ അങ്കണത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും അണിനിരന്നു. പൂവ